അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആ ഇബാദത്തുകളിൽ വളരെ മർമ്മപ്രധാനമായ ഒരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തെ നാം നിലനിർത്തുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനുക്ക് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം എന്താണ്, അതിൻ്റെ മാധുര്യം എങ്ങനെയാണ് ലഭിക്കുക? മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ നിസ്കാരത്തിൻ്റെ മാധുര്യം ലഭിക്കുന്നതിന് വേണ്ടി വളരെ ഭയഭക്തിയോടുകൂടെ, ഖുശൂഓടുകൂടെ, ഖുളൂഓടുകൂടെ, ആദരവോടുകൂടെ നിസ്കരിച്ചിരുന്നു എന്നാണ്. ആ ഒരു മാധുര്യം നമുക്കും ലഭിക്കണം. പലപ്പോഴായി നമ്മുടെ നിസ്കാരങ്ങൾക്ക് അത് ലഭിക്കാറില്ല. കാരണം ദുനിയാവുമായി കെട്ടുപിണഞ്ഞ് ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ ഭയഭക്തിയോ ഒരു ആദരവോ നിസ്കാരത്തിൽ പല സമയങ്ങളിലായി വരുന്നില്ല. കാരണം ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നാം എല്ലാവരും. മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തിത്തന്ന 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നിസ്കാരത്തിൻ്റെ മാധുര്യം ലഭിക്കുവാൻ അത് കാരണമാണ്. ആദ്യമായിക്കൊണ്ടാണ് എൻ്റെ ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എങ്കിൽ, വീക്ഷിക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ലിങ്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ അറിയുന്ന ആളുകളിലേക്കോ ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻസുകൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഉണർത്തുന്നു. എല്ലാവരും ഇത്തരം നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കുകയും അത് ജീവിതത്തിൽ പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. ഒന്നാമത്തെ കാര്യമാണ് നിസ്കാരത്തിൽ മാധുര്യം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് വളരെയധികം ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത്. ശ്രദ്ധ എങ്ങനെയാണ്? നിസ്കാരം നാം നിർവഹിക്കുന്ന സമയത്ത് മറ്റു ചിന്തകളിൽ നിന്ന് ഹൃദയത്തെ നിയന്ത്രിച്ച് ഏകനായ അള്ളാഹുവിനാണ് ഞാൻ ഈ ചെയ്യുന്ന ഇബാദത്ത് എന്ന് മാത്രം കരുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് അർത്ഥത്തെ ചിന്തിക്കലാണ്. നിസ്കരിക്കുമ്പോൾ ഓരോ പ്രവർത്തനവും ചെയ്യുന്ന നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തുടക്കം മുതൽ നിസ്കാരത്തിൻ്റെ അവസാനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കി നിസ്കരിക്കലാണ്. മൂന്നാമത്തേത് ആദരവാണ്. ആരോടാണ് ആദരവ്? നമുക്കിത്രയും നല്ല ഒരു സമ്മാനം നൽകിയ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് നാം ആദരവ് പ്രകടിപ്പിക്കേണ്ടത്. അള്ളാഹു ആണല്ലോ നമുക്ക് ഈ നിസ്കാരം തരുവാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ. അതിന് കാരണക്കാരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് ഈ 5 വഖത്ത് നിസ്കാരം ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ നാം വളരെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ആദരവ് കാണിക്കുകയാണ് വേണ്ടത്. നാലാമത്തേത് ഭയം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താ ഭയം? നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ എന്നൊരു ഭയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അടുത്തൊരു കാര്യമാണ്, അഞ്ചാമത്തെ ഒരു കാര്യമാണ് പ്രതീക്ഷ എന്നുള്ളത്. ആ പ്രതീക്ഷ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കുമെന്ന പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ നിസ്കാരം സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് നാം ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ നിസ്കാരം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നാലാമത് നാം പറഞ്ഞത് ഭയമാണ്. അള്ളാഹുവിന് ഭയം വേണം, അതുപോലെ പ്രതീക്ഷയും വേണം. ഒരു മനുഷ്യൻ്റെ ജീവിതം മാബൈന ഖൗഫി വറജാഇ,
പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഉണ്ടാവേണ്ടത്. ആറാമതൊരു കാര്യമാണ് ലജ്ജ എന്നുള്ളത്. അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് നിസ്കാരം അതിൻ്റെ മുറ പോലെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ലജ്ജ നമുക്കുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നാം ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നിസ്കാരത്തെ ബാധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം നിസ്കരിച്ചാൽ നിസ്കാരത്തിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കും. വളരെ ഭയഭക്തിയോടുകൂടെ അത് ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടെ എല്ലാവരും ഇബാദത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.